ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്നൊരു പളനി ട്രിപ്പാണേ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് സ്നാക്സും പിന്നെ ഒരു കഷ്ണം മാങ്ങയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നേ. നല്ല അടിപൊളി വെയിലാട്ടോ. ഇപ്പൊ സമയം ഉച്ചയാവാറായി, അതുകൊണ്ട് തന്നെ നമുക്ക് ഫുഡ് കഴിക്കാം. നല്ല അടിപൊളി ഫുഡായിരുന്നേ. തണലത്ത് വണ്ടി നിർത്തിയോണ്ട് തന്നെ നന്നായിട്ട് ഫുഡ് കഴിക്കാൻ പറ്റിയേ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞേ അപ്പൊ നേരെ പളനിയിലോട്ട്. അപ്പൊ പോകുന്ന വഴി നമ്മൾ ട്രെയിൻ കണ്ടേ, നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ പളനി എത്തിട്ടോ. ഇപ്പൊ സമയം 4 മണിയായേ. ഇനി എവിടെയെങ്കിലും റൂം എടുത്തിട്ടൊന്ന് റെസ്റ്റ് ചെയ്യണം, എന്നിട്ട് വേണം നമുക്ക് വൈകിട്ട് അമ്പലത്തിൽ തൊഴാൻ പോവാൻ. പിന്നെ അവിടെ ഒരു ചേട്ടൻ നമ്മളെ റൂം കാണിക്കാൻ കൊണ്ടുപോയേ. അങ്ങനെ നമ്മൾ ആ റൂം തന്നെ ഫൈനലൈസ് ചെയ്തേ. പിന്നെ കുറച്ചു നേരം കിടന്ന് ഉറങ്ങിയേ. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞേ ഇനി അമ്പലത്തിൽ തൊഴാൻ പോവാവേ ഞാൻ റെഡി ആയിട്ടോ. എന്തായാലും നല്ല ഒരുങ്ങി നിൽക്കുമല്ലേ, അപ്പൊ പിന്നെ കുറച്ച് നല്ല ഫോട്ടോസ് എടുക്കാന്ന് ഓർത്തേ. അങ്ങനെ കുറച്ച് നേരം ഫോട്ടോസ് ഒക്കെ എടുത്തോണ്ടിരുന്നപ്പോ ദാണ്ടേ നല്ല മഴ ആയതുകൊണ്ട് തന്നെ നമുക്ക് തൊഴാൻ പറ്റിയില്ല ഗൈസ്. പിന്നെ രാത്രി ഒരു 9:30 ആയപ്പോഴത്തേനും ഞാൻ മസാല ദോശ കഴിച്ചിട്ടുണ്ടായിരുന്നേ. എന്തായാലും രാവിലെ തൊഴാൻ പോവാന്നോർത്തേ. രാവിലെ നമ്മൾ റെഡി ആയി പോയി, നമുക്ക് തൊഴാനൊക്കെ പറ്റിയേ. തൊഴുതിട്ട് നമ്മൾ തിരിച്ച് വന്ന് നമ്മൾ പിന്നെ പോയത് റോപ്പേലാണ്. അടിപൊളിയായിരുന്നു ഗൈസ്, ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഞാൻ ഒത്തിരി എൻജോയ് ചെയ്തു ഗൈസ്. എന്ത് രസമായിരുന്നു എന്നറിയോ. ഇന്നലെ തൊഴാൻ പറ്റാത്തതിൻ്റെ സങ്കടമൊക്കെ ഇപ്പം മാറിയേ. ഇന്നലെ തൊഴാൻ പറ്റാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇന്ന് നല്ല രീതിയിൽ തൊഴാൻ പറ്റിയേ. ഗൈസ്, നിങ്ങൾ പളനിക്ക് വരുവാണെങ്കിൽ ഉറപ്പായിട്ടും റോപ്പിൽ തന്നെ കയറാൻ നോക്കുക. റോപ്പിലെ എക്സ്പീരിയൻസ് അടിപൊളിയാണ് ഗൈസ്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരു ഹോട്ടലിൽ കയറി ബൂരി കുറുമാക്കറിയും കഴിച്ചേ. പിന്നെ ഇടയ്ക്ക് ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയേ. അങ്ങനെ ഇനി വീട്ടിലോട്ട്. അപ്പോൾ പോകുന്ന വഴി നമ്മൾ മീൽസ് കഴിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ.